Good morning, students. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 4 കേർവ്സ് ആണ്. ഓക്കെ, അപ്പോൾ കേർവ്സ് നമ്മൾ ഒരു എഞ്ചിനീയറിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ, സിവിൽ എഞ്ചിനീയറിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേർവ്സ് എവിടെയാണ് വരുന്നത്? ഡ്യൂറിങ് ദ അലൈൻമെൻറ്റ് ഓഫ് റെയിൽവേസ് ആൻഡ് റോഡ് വേസ് അല്ലേ? റോഡിൻ്റെയും റെയിലിൻ്റെയും ഡയറക്ഷൻസ് സെറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ കർവിൻ്റെ ഉപയോഗം വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കർവിൽ നമുക്ക് കർവ് എങ്ങനെയാണ് ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യുന്നതെന്നും ഒരു കർവിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഏതെല്ലാമാണെന്നും അതുപോലെ ഒരു കർവിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടാവും, ആ പോയിൻറ്റ്സ് എന്തെല്ലാമാണെന്നുമാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ കർവ്സ് ആർ യൂസ്ഡ് ഓൺ ഹൈവേസ് ആൻഡ് റെയിൽവേസ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ആൻഡ് ഇറ്റ് വിൽ ബി ടാൻജൻഷ്യൽ ടു 2 straight ഡയറക്ഷൻസ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ 2 സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഷാർപ്പ് എൻഡ് നമ്മളൊന്ന് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കർവ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു കർവ് പ്രൊവൈഡ് ചെയ്താൽ ഈ കർവിൻ്റെ ഏതർ എൻഡ്സിലും ദ കർവ് വിൽ ബി ടാൻജൻഷ്യൽ ടു 2 straight ലൈൻസ് അല്ലേ? ദ കർവ് വിൽ ബി ടാൻജൻഷ്യൽ ടു 2 straight ലൈൻസ് ഓൺ ഏതർ എൻഡ്സ്. അതാണ് ഒരു കർവിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, so this curve may be circular, parabolic or spiral based on the shape of that curve. കർവിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് നമ്മളതിനെ സർക്കുലർ കർവ് എന്നും പാരബോളിക് കർവ് എന്നും സ്പൈറൽ കർവ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു സർക്കുലർ ഷേപ്പ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് റേഡിയസ് ഉള്ളൊരു ആർക്കാണ് നമ്മുടെ കർവായിട്ട് വരുന്നതെങ്കിൽ അത് നമ്മൾ സർക്കുലർ കർവ് എന്ന് പറയും. പാരബോളിക് ഷേപ്പ് ആണെങ്കിൽ നമ്മളതിനെ പാരബോളിക് കർവ് എന്ന് പറയും. സ്പൈറൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു റേഡിയസ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കർവ് ആണെങ്കിൽ സ്പൈറൽ കർവ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിൽ സർക്കുലർ കർവാണ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ, അതിനെ നമ്മൾ 3 types ആക്കി ഡിവൈഡ് ചെയ്യും. സർക്കുലർ കർവ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ കർവ്, സെക്കൻഡ് വൺ കോമ്പൗണ്ട് കർവ്, തേർഡ് വൺ ഈസ് റിവേഴ്സ് കർവ്. ഓക്കെ, അതിൽ സിമ്പിൾ കർവ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ കർവ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ആർക്ക് ഓഫ് എ സർക്കിൾ. സിമ്പിൾ കർവിൽ ഒരു സിംഗിൾ ആർക്ക് ഉണ്ടാവും ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് എ റേഡിയസ് ആർ. ഒരു കോൺസ്റ്റൻറ്റ് റേഡിയസ് ഉള്ള ഒരു സിമ്പിൾ ആർക്കായിരിക്കും ഒരു സിമ്പിൾ കർവിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അതേസമയം ഒരു കോമ്പൗണ്ട് കർവ് ആണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് മോർ ദാൻ 2 ആർക്സ്. ഒരു ആർക്കിന് കണ്ടിന്യൂവേഷൻ ആയിട്ട് മറ്റൊരു ആർക്ക് ഉണ്ടാവും. രണ്ടിൻ്റെയും റേഡിയസ് ഡിഫറെൻ്റ് ആയിരിക്കും ആൻഡ് ദീസ് ആർക്സ് വിൽ ഹാവ് ഡിഫറെൻറ്റ് റേഡിയസ്. ഓക്കെ, പക്ഷേ ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന ഒരു സിംഗിൾ പോയിൻ്റിലായിരിക്കും. ആ പോയിൻ്റ് നമ്മൾ എന്ത് പറയും? കോമൺ ടാൻജൻറ്റ് പോയിൻ്റ് എന്ന് പറയും. കോമൺ ടാൻജൻറ്റ് പോയിൻ്റ് എന്ന് പറയും. ഓക്കെ, സോ കോമ്പൗണ്ട് കർവ് കൺസിസ്റ്റ് ഓഫ് 2 or more സിമ്പിൾ ആർക്സ് ദാറ്റ് ടേൺ ഇൻ ദ സെയിം ഡയറക്ഷൻ ആൻഡ് ജോയിൻ അറ്റ് എ കോമൺ ടാൻജൻറ്റ് പോയിൻ്റ്. അതാണ് ഒരു കോമ്പൗണ്ട് കർവ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റിവേഴ്സ് കർവ്. റിവേഴ്സ് കർവ് എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 circular ആർക്സ് ഓഫ് സെയിം ഓർ ഡിഫറെൻറ്റ് റേഡിയൈ ഹാവിങ് ദ സെൻറ്റേഴ്സ് ടു ഡിഫറെൻറ്റ് സൈഡ്സ് ഓഫ് എ കോമൺ ടാൻജൻറ്റ് ആൻഡ് ബോത്ത് ആർക്സ് ബെൻഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് വിത്ത് എ കോമൺ ടാൻജൻറ്റ് അറ്റ് ദെയർ ജംഗ്ഷൻ. ഓക്കെ, അതായത് റിവേഴ്സ് കർവ് എന്ന് പറഞ്ഞാൽ അതിലും 2 ആർക്സ് ആയിരിക്കും, അതിന് സെയിം ഓർ ഡിഫറെൻറ്റ് റേഡിയസ് ആവാം, ബട്ട് ഇറ്റ് വിൽ ബി ബെൻഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. അല്ലെങ്കിൽ ഫസ്റ്റ് ആർക്കിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ സെൻറ്റർ എവിടെയാണെങ്കിൽ സെക്കൻഡ് കർവിൻ്റെ സെൻറ്റർ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഇങ്ങനെയായിരിക്കും റിവേഴ്സ് കർവ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ 2 ആർക്കും സെയിം റേഡിയസോ ഡിഫറെൻറ്റ് റേഡിയസോ ആവാം, ആണ് റിവേഴ്സ് കർവ്. ഓക്കെ, ഇനി നമ്മൾ സിമ്പിൾ കർവിനെ കുറിച്ചാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ കർവ് നമ്മൾ പറഞ്ഞു ഒരു സിംഗിൾ ആർക്കായിരിക്കും. ഇതാണ് നമ്മുടെ കർവ്. അപ്പോൾ ഈ കർവ് ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ 2 സൈഡിലും ടാൻജൻസ്, ഈ ആർക്കിൻ്റെ 2 സൈഡിലും നമ്മളൊരു ടാൻജൻസ് വരച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജോയിൻ അറ്റ് എ പോയിൻ്റ് അല്ലേ? ആൻഡ് ദ ടാൻജൻറ്റ് ബിഫോർ ദ കർവ്, ഈ കർവിന് മുമ്പുള്ള ടാൻജൻറ്റ് നമ്മൾ എന്ത് പറയും? ബാക്ക് ടാൻജൻറ്റ് എന്ന് പറയും. ബാക്ക് ടാൻജൻറ്റ്. ഓക്കെ,
അതുപോലെ ഈ കർവിന് ശേഷമുള്ള ഈ ടാൻജൻറ്റ് ലൈനിനെ ഫോർവേഡ് ടാൻജൻറ്റ് എന്ന് പറയും. ഓക്കെ, ദെൻ ഈ ടാൻജൻറ്റിന് ശേഷം നമ്മൾ ആർക്ക് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ടാൻജൻറ്റിന് ശേഷം അവർ ആർക്ക് വിൽ സ്റ്റാർട്ട്, അല്ലെങ്കിൽ കർവ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ടാൻജൻറ്റും ഈ കർവും ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോയിൻ്റ്, ആ രണ്ടും ടച്ച് ചെയ്യുന്ന ഈ പോയിൻ്റ് നമ്മൾ പറയുന്ന പേരാണ് പോയിൻ്റ് ഓഫ് കർവ്. ഓക്കെ, അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് ആർക്ക് ബിഗിനിങ് ഓഫ് കർവ് ബിഗിൻ ചെയ്യുന്ന പോയിൻ്റ്. ടാൻജൻറ്റിന് ശേഷം നമ്മുടെ കർവ് ബിഗിൻ ചെയ്യുന്ന പോയിൻ്റ് നമ്മൾ എന്ത് പറയും? പോയിൻ്റ് ഓഫ് കർവ് എന്ന് പറയും. ഓക്കെ, പോയിൻ്റ് ഓഫ് കർവ്. ഇവിടെ ഇപ്പം T1 എന്ന് പറഞ്ഞിട്ടാണ് തന്നെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ കർവിന് ശേഷം കർവ് എൻഡ് ചെയ്യുന്ന പോയിൻ്റ് നമ്മൾ പറയും പോയിൻ്റ് ഓഫ് ടാൻജൻസി. കർവ് എൻഡ് ചെയ്യുന്ന പോയിൻ്റ് നമ്മൾ പറയും പോയിൻ്റ് ഓഫ് ടാൻജൻസി. ഓക്കെ, ആൻഡ് നമ്മൾ ഈ ടാൻജൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ട് ടാൻജൻസും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജോയിൻ അറ്റ് എ പോയിൻ്റ് എന്ന് പറഞ്ഞു. ആ ജോയിൻ ചെയ്യുന്ന പോയിൻ്റ് നമ്മൾ എന്ത് പറയും? പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ അതിനെ വെർട്ടെക്സ് എന്നും പറയും. വെർട്ടെക്സ് ഓർ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. കൂടെ അതിനെ V എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ അവർ arc of the circle will have a constant radius of radius r and it has a origin O. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഫസ്റ്റ് ടാൻജൻറ്റ് അല്ലെങ്കിൽ ബാക്ക് ടാൻജൻറ്റ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ മേക്ക് എൻ ആംഗിൾ വിത്ത് ദ നെക്സ്റ്റ് ടാൻജൻറ്റ്. ആ ആംഗിളിനെ പറയുന്ന പേരാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ ഡെൽറ്റ. ഓക്കെ, ദിസ് സെയിം ഡെൽറ്റ ആയിരിക്കും നമ്മുടെ ഈ റേഡിയസിനകത്ത് വരുന്നത്. നമ്മുടെ ബാക്ക് പോയിൻ്റ് ഓഫ് കർവിനും പോയിൻ്റ് ഓഫ് ടാൻജൻസിയും അവിടെ നിന്ന് റേഡിയസ് ആക്കി വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ വരുന്നത് ഡെൽറ്റ ആയിരിക്കും. ആൻഡ് ഇഫ് യു ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ ഫ്രം ദ വെർട്ടെക്സ് ടു ദ ഒറിജിൻ, on either side the angle will be delta by 2. Okay, delta by 2 ആയിരിക്കും ആ ലൈനിൻ്റെ രണ്ട് സൈഡിലും വരുന്നത്. ഇതെല്ലാം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും. സോ ബാക്ക് ടാൻജൻറ്റ് നമ്മൾ പറഞ്ഞു, ദ ടാൻജൻറ്റ് പ്രീവിയസ് ടു ദ കർവിന് മുമ്പ് വരുന്ന ടാൻജൻറ്റിനാണ് ബാക്ക് ടാൻജൻറ്റ് എന്ന് പറയുന്നത്. ഫോർവേഡ് ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റ് ഫോളോയിങ് ദ കർവിന് ശേഷം വരുന്ന ടാൻജൻറ്റിന് ഫോർവേഡ് ടാൻജൻറ്റ് എന്ന് പറയും. പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓർ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ടാൻജൻസിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ്. ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ടാൻജൻസ്. പോയിൻ്റ് ഓഫ് കർവ് എന്താണ്? ദ ബിഗിനിങ് ഓഫ് ദ കർവ് വേർ ദ അലൈൻമെൻറ്റ് ചേഞ്ചസ് ഫ്രം ടാൻജൻറ്റ് ടു എ കർവ്. ഓക്കെ, അതുവരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ റോഡായിരുന്നു, അവിടെ നിന്ന് പെട്ടെന്നൊരു കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിൻ്റ് ഓഫ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, സിമിലർലി ദ എൻഡ് ഓഫ് ദ കർവ് വേർ ദ അലൈൻമെൻറ്റ് ചേഞ്ചസ് ഫ്രം കർവ് ടു ടാൻജൻറ്റ്. അതുവരെ കർവ് ആയിരുന്നത് പെട്ടെന്ന് സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ടാൻജൻറ്റായി മാറാൻ ചെയ്യുന്നത്. ആ പോയിൻ്റ് നമ്മൾ എന്ത് പറയും? പോയിൻ്റ് ഓഫ് ടാൻജൻസി എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ഇൻ്റർസെക്ഷൻ ആംഗിൾ ഓർ എക്സ്റ്റേണൽ ഡിഫ്ലക്ഷൻ ആംഗിൾ. എക്സ്റ്റേണൽ ഡിഫ്ലക്ഷൻ ആംഗിൾ ഡെൽറ്റ ഓർ ഇൻ്റർസെക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻറ്റ് ബാക്ക് ടാൻജൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതും ഫോർവേഡ് ടാൻജൻറ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെയാണ് എന്ത് പറയുന്നത്? ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടാൻജൻറ്റ് ഡിസ്റ്റൻസ്. ടാൻജൻറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻജൻറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിൻ്റ് ഓഫ് കർവ് ടു ദ വെർട്ടെക്സ് ആൻഡ് ഇറ്റ് വിൽ ബി സെയിം. ആ വാല്യൂ സെയിം ആയിരിക്കും ഏതുമായിട്ട്? ഫ്രം പോയിൻ്റ് ഓഫ് ടാൻജൻസിയിൽ നിന്ന് വെർട്ടെക്സിലേക്കുള്ള ഈ രണ്ട് ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ഫോർ എ സിമ്പിൾ കർവ് ബോത്ത് ദ ഡിസ്റ്റൻസ് വിൽ ബി സെയിം ആൻഡ് ദ ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് ടാൻജൻറ്റ് ഡിസ്റ്റൻസ് ഡിനോട്ടഡ് ബൈ T. നെക്സ്റ്റ് ടേം ആണ് എക്സ്റ്റേണൽ ഡിസ്റ്റൻസ്. എക്സ്റ്റേണൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദ മിഡ് പോയിൻ്റ് ഓഫ് ദ കർവ്
to the point of intersection. Distance from the midpoint of the curve. Midpoint of curve എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇത് കർവിൻ്റെ സെൻറ്റർ പോയിൻ്റ് സി എന്ന് വെർട്ടെക്സിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ ഡിസ്റ്റൻസ് ഇ. ദെൻ ലെങ്ത് ഓഫ് ദ കർവ്. ലെങ്ത് ഓഫ് ദ കർവ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഓഫ് കർവ് ഫ്രം പോയിൻ്റ് ഓഫ് കർവ് ടു പോയിൻ്റ് ഓഫ് ടാൻജൻസി. ഓക്കെ, ഇപ്പോൾ ഒരു സർക്കുലറിൻ്റെ ആർക്ക്, ഇപ്പോൾ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് തീറ്റ അറിയുമെങ്കിൽ റേഡിയസും ആംഗിളും അറിയുമെങ്കിൽ ലെങ്ത് ഓഫ് ദറ്റ് കർവ് ഈസ് ഈക്വൽ ടു ആർക്ക് ഈസ് ഈക്വൽ ടു ആർ തീറ്റ അല്ലേ? അങ്ങനെയാണ് ലെങ്ത് ഓഫ് കർവ് കണ്ടുപിടിക്കുന്നത്. ആൻഡ് മിഡ് ഓർഡിനേറ്റ് എന്താണ്? ദി ഓർഡിനേറ്റ് ഫ്രം ദ മിഡ് പോയിൻ്റ് ഓഫ് ദി ലോങ് കോഡ് ടു ദ മിഡ് പോയിൻ്റ് ഓഫ് കർവ്. Mid ordinate is denoted by m, and it is the distance from the midpoint of the long chord. Long chord എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻഡ്, രണ്ട് എൻഡ്സ് ഒന്നും ജോയിൻ ചെയ്തുകൊണ്ട് ലൈൻ കോഡ് വരച്ചാൽ അതിനാണ് നമ്മൾ ലോങ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലോങ് കോഡിൻ്റെ സെൻറ്റർ ഓഫ് ദ ആർക്കിലേക്ക് ഉള്ള ഡിസ്റ്റൻസിനെയാണ് മിഡ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം നോർമൽ ഓർഡിനേറ്റ്സ്. മിഡ് ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ പോയിന്റിലുള്ള ഓർഡിനേറ്റ്. സോ അതെല്ലാമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, കർവിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. നെക്സ്റ്റ്, എലിമെൻറ്റ്സ് ഓഫ് എ സിമ്പിൾ കർവ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാം. എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മളിപ്പോൾ കുറേ ടേംസ് പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ ഈ ടേംസ് ഇതിനെ എങ്ങനെയാണ് നമ്മൾ ന്യൂമറിക്കലി കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, നമുക്ക് റേഡിയസും അതുപോലെ ഡിഫ്ലക്ഷൻ ആംഗിളും തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ ഇതിൽ ഓരോ എലിമെൻറ്റ്സിനെയും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷൻസ് ആണ്. ആ ഇക്വേഷൻസ് ആണ് നമ്മളിപ്പോൾ പഠിക്കേണ്ടത്. ഡെറിവേഷൻസ് നമ്മൾ പഠിക്കേണ്ട, ഇക്വേഷൻസ് പഠിക്കുക. ഓക്കെ, അപ്പോൾ എലിമെൻറ്റ്സ് നമ്മൾ മുമ്പ് പറഞ്ഞു തന്നെയാണ് ഈ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആ എലിമെൻറ്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് കർവ് നമ്മൾ മുമ്പ് പറഞ്ഞു. ലെങ്ത് ഓഫ് കർവ് ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ആംഗിൾ. ഡെൽറ്റ ആണ് ഇവിടെ ആംഗിൾ. അപ്പോൾ ആർ ഇൻറ്റു ഡെൽറ്റ ചെയ്താൽ നമുക്ക് ലെങ്ത് ഓഫ് കർവ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ടാൻജൻറ്റ് ലെങ്ത്. നമ്മൾ ടാൻജൻറ്റ് ലെങ്ത് പറഞ്ഞു. ആ ടാൻജൻറ്റ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആർ ഇൻറ്റു ടാൻ ഡെൽറ്റ ബൈ 2. ആർ ഇൻറ്റു ടാൻ ഡെൽറ്റ ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടാൻജൻറ്റ് ലെങ്ത് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ലെങ്ത് ഓഫ് ലോങ് കോഡ്. ലെങ്ത് ഓഫ് ലോങ് കോഡ്, പോയിൻ്റ് ഓഫ് കർവ് എന്നും പോയിൻ്റ് ഓഫ് ടാൻജൻസിയും ജോയിൻ ചെയ്തുകൊണ്ടില്ല ആ ലൈൻ, അതിൻ്റെ ലെങ്ത് ഓഫ് ലോങ് കോഡ് ക്യാപിറ്റൽ എൽ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ 2r sin delta by 2. Okay, length of long chord is equal to 2r sin delta by 2. Now apex distance or external distance അതേതായിരുന്നു? നമ്മുടെ ആർക്കിൻ്റെ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് വെർട്ടെക്സിലേക്കുള്ള ദൂരത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഓർ അപ്പെക്സ് ഡിസ്റ്റൻസ്. അപ്പോൾ അതെങ്ങനെ കിട്ടുന്നത്? ആർ സീക്ക് ഡെൽറ്റ ബൈ 2 മൈനസ് ആർ. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പെക്സ് ഡിസ്റ്റൻസ് കിട്ടും. ദെൻ മിഡ് ഓർഡിനേറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? മിഡ് ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് കോഡിൻ്റെ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് ആർക്കിൻ്റെ സെൻറ്റർ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസിനാണ് മിഡ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ആർ മൈനസ് ആർ കോസ് ഡെൽറ്റ ബൈ 2. ഓക്കെ, അതിന് നമ്മൾ ഇപ്പോൾ നമുക്ക് ഡെൽറ്റ അല്ല അറിയുന്നത്, നമുക്ക് ലെങ്ത് ഓഫ് ലോങ് കോഡാണ് അറിയുന്നതെന്ന് വരിക. ക്യാപിറ്റൽ എൽ ആണ് നമുക്കറിയുന്നത്, ആറും എല്ലും ആണ് അറിയുന്നതെങ്കിൽ ദെൻ മിഡ് ഓർഡിനേറ്റ് വിൽ ബി ഈക്വൽ ടു ആർ മൈനസ് ആർ സ്ക്വയർ മൈനസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എൽ ബൈ 2 ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ
മിഡ് ഓർഡിനേറ്റ് ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണൊരു സിമ്പിൾ കർവിൻ്റെ ഫിഗർ. ഇതിൽ ഓരോ പോയിൻറ്റ്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഡിഫ്ലക്ഷൻ ആംഗിൾ ഐ എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. നോർമലി നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കോമ്പൗണ്ട് കർവ്. കോമ്പൗണ്ട് കർവ് എന്താണ്? കോമ്പൗണ്ട് കർവ് ഇസ് ദ കർവ് വിച്ച് ഈസ് ഹാവിങ് ആർക്സ്, 2 or more arcs of different radius. Okay, and it will be joined at the point of common tangent. Common tangent പോയിൻറ്റ്സിലൂടെ 2 ആർക്സ് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണെന്ന് നോക്കാം. 2 centered curve having 2 circular arcs T1D and DT2 meeting at a common point D. ഓക്കെ, ആ കോമൺ പോയിൻറ്റ് ഡീനാണ് പോയിൻ്റ് ഓഫ് കോമ്പൗണ്ട് കർവേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോമ്പൗണ്ട് കർവിൽ ആ പോയിൻ്റ് നമ്മൾ പറയുന്ന പേരാണ് പോയിൻ്റ് ഓഫ് കോമ്പൗണ്ട് കർവേച്ചർ. ആൻഡ് here the T1 is the point of curve and T2 is the point of tangency. D is the point of compound curvature. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് സ്മോൾ റേഡിയസ്, രണ്ടും ഡിഫറെൻറ്റ് റേഡിയസിലാണെന്ന് പറഞ്ഞു. സ്മോളർ റേഡിയസിന് RS എന്നും ലാർജർ റേഡിയസിന് RL എന്നും പറഞ്ഞു. രണ്ടും സബ്സ്റ്റൻ്റ് ചെയ്യുന്ന സെൻറ്ററിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ Δ1 Δ2 ആണ്. ആൻഡ് ഹിയർ നമ്മൾ ടാൻജൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്റ്റൻ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഡിഫ്ലക്ഷൻ ആംഗിൾ ഡെൽറ്റ വിൽ ബി ഈക്വൽ ടു Δ1 പ്ലസ് Δ2. ആൻഡ് ഹിയർ ഈ Δ1 എന്ന് പറയുന്നത് ഈ സൈഡിൽ ഉണ്ടാക്കുന്ന ആംഗിളും Δ2 എന്ന് പറയുന്നത് അതർ സൈഡിൽ ഉണ്ടാക്കുന്ന ആംഗിളുമാണ്. ഓക്കെ, ആ ട്രയാങ്കിളിൻ്റെ 2 സൈഡിലും വരുന്ന ആംഗിൾ. D1 D2 is the common tangent. രണ്ടിൻ്റെയും കൂടെ സ്ട്രെയിറ്റ് ലൈൻ ഒരു കോമൺ ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ അത് ഈ നമ്മൾ ഫോർവേഡ് ടാൻജൻറ്റിനും ബാക്ക്വേർഡ് ടാൻജൻറ്റിനും ടച്ച് ചെയ്യുന്ന ആ ലൈൻ നമ്മൾ എന്ത് പറയും? കോമൺ ടാൻജൻറ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് D1 D2. Okay, Δ1 is the deflection angle between rear tangent or back tangent and the common tangent. ബാക്ക് ടാൻജൻറ്റും കോമൺ ടാൻജൻറ്റും വരെ ഉണ്ടാക്കുന്ന ആംഗിളാണ് Δ1. This is the back tangent, this is the common tangent. അതാണ് Δ1. സിമിലർലി ഫോർവേഡ് ടാൻജൻറ്റും കോമൺ ടാൻജൻറ്റും ഉണ്ടാക്കുന്ന ആംഗിളാണ് Δ2. ഓക്കെ, ആൻഡ് ഹിയർ ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾ ഡെൽറ്റ വിൽ ബി ഈക്വൽ ടു Δ1 പ്ലസ് Δ2. ആൻഡ് നമ്മളിവിടെ 2 ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് മുമ്പ് നമ്മൾ ടാൻജൻറ്റ് ഡിസ്റ്റൻസ് രണ്ടിലും സെയിം ടാൻജൻറ്റ് ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു സിമ്പിൾ കർവിൽ. പക്ഷേ കോമ്പൗണ്ട് കർവിൽ ടാൻജൻറ്റ് ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. 2 സൈഡിലും ഉണ്ടാകുന്ന ടാൻജൻറ്റ് ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിൽ സ്മോളർ ടാൻജൻറ്റ് എന്ന് പറയുന്നത് TSഉം മറ്റത് ലോങ്ങർ അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ലോങ്ങർ കർവ് ഉണ്ടാക്കുന്ന ടാൻജൻറ്റ് TLഉം ആണ്. അതുപോലെ നമ്മളെ പോയിൻ്റ് ഓഫ് കർവ് നിന്ന് D1ലേക്ക് ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് TSഉം അതുപോലെ T2 നിന്ന് D2ലേക്ക് ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ TLഉം ആണ്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻസ് ഉണ്ട്. സ്മോൾ TS is equal to RS tan Δ/2. TS is equal to radius of the smaller curve into tan Δ1/2. Similarly, TL is equal to RL tan Δ2/2. ഓക്കെ, അതുപോലെ
ക്യാപിറ്റൽ ടി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടി എസ് പ്ലസ് ഈ ഡിസ്റ്റൻസ് അല്ലേ? ടി എസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ആ ടി എസിൻ്റെ കൂടെ ബാക്കിയുള്ള ഭാഗം കൂടെ ആഡ് ചെയ്യണം. ആ ബാക്കിയുള്ള ഭാഗം കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ടി എസ് പ്ലസ് ടി എൽ ഇൻറ്റു സൈൻ ഡെൽറ്റ 2 ബൈ സൈൻ ഡെൽറ്റ. ഓക്കെ, ഒരു ടി എസ് സ്മോളർ കർവിൻ്റെ ആണ്, പക്ഷേ ഇവിടെ ആംഗിൾ വരുന്നത് ഓപ്പോസിറ്റ് ആംഗിളാണ്, ഡെൽറ്റ 2 ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ സിമിലർലി ക്യാപിറ്റൽ ടി എൽ ഈസ് ഈക്വൽ ടു സ്മോൾ ടി എൽ പ്ലസ് ആ റിമൈനിങ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടി എസ് പ്ലസ് ടി എൽ ഇൻറ്റു സൈൻ ഡെൽറ്റ 1 ബൈ ഡെൽറ്റ. ഓക്കെ, ലോങ്ങർ ടാൻജൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ ദ സ്മോളർ ആർക്ക് ഡെൽറ്റ 1 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും ശ്രദ്ധിക്കാം. അപ്പോൾ അത് രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, ഹിയർ നമ്മൾ സ്മോൾ ടി എസും സ്മോൾ ടി എല്ലും കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ സ്മോൾ ടി എസ് വാല്യൂ തന്നെ ആയിരിക്കും ഹിയർ ഈ ഡിസ്റ്റൻസും. ഓക്കെ, അതായത് T1 വിൽ ബി ഈക്വൽ ടു D1D. ഓക്കെ, അപ്പം D1Dയും ടി എസ് തന്നെ ആയിരിക്കും. അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സിമിലർലി ഓപ്പോസിറ്റ് സൈഡിൽ T2D2 വിൽ ബി ഈക്വൽ ടു D ഇൻറ്റു D2. ഓക്കെ, D2 ഈ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ആൻഡ് അത് നമ്മൾ കണ്ടുപിടിച്ചു. ടി എല്ലും ടി എസും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ കോമൺ ടാൻജൻറ്റ് ഡിസ്റ്റൻസ് D1 D2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു കോമ്പൗണ്ട് കർവിൽ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അടുത്തത് ഡെസിഗ്നേഷൻ ഓഫ് എ കർവ്. ഒരു കർവിനെ എങ്ങനെയാണ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്? ഒരു നെയിം കൊടുക്കുമല്ലോ, ഒരു കർവിനെ ഒരു പെർട്ടിക്കുലർ നെയിം പറഞ്ഞിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിനെ 3 തരത്തിൽ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യും. ഫസ്റ്റ് വൺ ഈസ് ബൈ ആർക്ക് ഡെഫിനിഷൻ. അതായത് നമ്മളൊരു കർവിൻ്റെ നെയിം പറയുന്നത് കർവ് ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ കർവ് സബ്റ്റൻഡഡ് ബൈ ദ ആർക്ക് ഓഫ് 100 ഫീറ്റ് ലെങ്ത്. ഒരു 100 ഫീറ്റ് ലെങ്ത്തുള്ള ഒരു ആർക്ക് എത്ര ആംഗിളാണോ സബ്സ്റ്റൻഡ് ചെയ്യുന്നത് ആ ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ ആ കർവിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ആ ആംഗിൾ നമ്മൾ ഡിഗ്രി ഓഫ് കർവ് എന്ന് പറയും. ഓക്കെ, ആ ഡിഗ്രി വെച്ചിട്ടായിരിക്കും ആ കർവിന് നമ്മൾ പറയുന്നത്. ആ പെർട്ടിക്കുലർ ഡിഗ്രി ഓഫ് കർവ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതാണ് ആ കർവ്. ദാറ്റ് കർവ് വിൽ ഹാവ് എൻ ആർക്ക് ഓഫ് ലെങ്ത് 100 ഫീറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡിഗ്രി ഓഫ് കർവ് ഇൻഡയറക്റ്റ്ലി കണ്ടുപിടിക്കുകയും ചെയ്യാം. റേഡിയസ് അറിയുമെങ്കിൽ ദെൻ ഡിഗ്രി ഓഫ് കർവ് വിൽ ബി ഈക്വൽ ടു 5730/r. ഓക്കെ, അതുപോലെ കോഡ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ കർവ് ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ ദ സെൻട്രൽ ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ ദ ലോങ് കോഡ് ഓഫ് 100 ഫീറ്റ് ലെങ്ത്. ഓക്കെ, ഇവിടെ ആർക്ക് ലെങ്ത് അല്ല, നമ്മൾ ആ കോഡ് ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ ആർക്കിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഒരു 100 ഫീറ്റ് ലെങ്ത്തുള്ള ലോങ് കോഡ് ഉണ്ട്. അത് എത്രയാണോ സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കുന്നത് അത് നമ്മൾ ഡിഗ്രി ഓഫ് കർവ് എന്ന് പറയും. ആ ഡിഗ്രി വെച്ചിട്ടാണ് ഈ കർവിന് നെയിം പറയുന്നത്. ഓക്കെ, ആൻഡ് ഇൻഡയറക്ട്ലി ആ വാല്യൂ നമുക്ക് റേഡിയസ് അറിയുമെങ്കിൽ കണ്ടുപിടിക്കാം. D is equal to 5730/r. ഓക്കെ, നെക്സ്റ്റ് ഈസ് മെട്രിക് ഡിഗ്രി ഓഫ് കർവ്. മെട്രിക് ഡിഗ്രി നമ്മൾ സാധാരണ നമ്മൾ മീറ്റർ വെച്ചിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ്സ് എല്ലാം എടുക്കുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ. അപ്പോൾ മെട്രിക് ഡിഗ്രി ഓഫ് കർവിൽ ദ കർവ് ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ an arc or കോഡോ ആർക്കോ ഏതോ ഒന്ന് ഓഫ് ലെങ്ത് 20 മീറ്റർ. 20 മീറ്റർ ലെങ്ത് വരുന്ന ആർക്കോ അല്ലെങ്കിൽ കോഡോ ഏതാണെന്ന് വെച്ചാൽ അത് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളിനാണ് ഡിഗ്രി ഓഫ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ കേസിൽ ഡിഗ്രി ഓഫ് കർവ് ഈസ് ഗിവൺ ബൈ 1146 റേഡിയസ്. അപ്പോൾ അങ്ങനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അത് തേർഡ് ടൈപ്പ് ഓഫ് കർവ് റിവേഴ്സ് കർവ്. റിവേഴ്സ് കർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞു അതിൽ 2 കർവ്സ് ഉണ്ടാവും.
and it will be bending in two different directions, having the centers at opposite directions. രണ്ട് കർവിൻ്റെയും സെൻറ്റർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ. അപ്പോൾ റിവേഴ്സ് കർവ് is made up of two arcs having equal or different radii bending in opposite direction with a common tangent at the junction. It will have a common tangent at their junction, and the centers lie on the opposite sides of the curves. Okay. And it is, reverse curves are used when the straights are parallel or intersect at very small angle. Okay. അതായത് ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനും ചെറിയ ആംഗിളിലാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെങ്കിൽ, ചെറിയ എന്താ പറയുക, ഓൾമോസ്റ്റ് പാരലൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ ആംഗിളാണ് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യും, റിവേഴ്സ് കർവ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. ഇവിടെ നമുക്ക്, ഇവിടെ ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ, ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ, ഇത് സെക്കൻഡ് സ്ട്രെയിറ്റ് ലൈൻ, ഓൾമോസ്റ്റ് പാരലാണ്. അപ്പോൾ അത് രണ്ടും ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു റിവേഴ്സ് കർവ് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ. അങ്ങനെയാണ് റിവേഴ്സ് കർവ്. റിവേഴ്സ് കർവിൽ നമ്മൾ മുമ്പ് കഴിഞ്ഞ സിമ്പിൾ കർവിലും കോമ്പൗണ്ട് കർവിലും പഠിച്ച പോലെ എലിമെൻറ്റ്സിൻ്റെ ന്യൂമറിക്കലൊന്നുമില്ല, നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ.